ഈ പറയുന്ന RSS വൽക്കരണം, ഏകപക്ഷീയമായിട്ട് സഖാക്കളെ അടിച്ചമർത്തൽ, ഇതിനെതിരെയുള്ള എനിക്ക് വികാരം ഉണ്ടായിരുന്നു. ഞാനും ഇവരെ കിട്ടുന്നിടത്ത് ചാമ്പാൻ നടക്കായിരുന്നു. ഞാനും ഇവരെ പിന്നാലെ പോയിരുന്നു. അതിലാണ് പോലീസിലെ അസോസിയേഷൻ നടക്കുന്നത്. അവിടെ ഞാൻ പ്രസംഗിച്ചു. ഇവരുടെ താന്തോന്നിത്തത്തിനെ കുറിച്ച് പറഞ്ഞു. ഇവർ ചെയ്യുന്ന ഈ പറയുന്ന സ്വജനപക്ഷപാതത്തെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞെന്തായി? ഈ മരമുറി അതിന് മുമ്പ് എനിക്കറിയാം. വേറൊരാൾ പരാതി കൊടുത്തിട്ട് ഞാൻ കൊടുക്കാൻ പറഞ്ഞു SP-ക്ക്. അപ്പോഴേക്കൊരു 23 ദിവസമായിക്കുന്ന ഒരു വിവരമില്ല. അപ്പോൾ ഞാനൊരു കത്ത് കൊടുത്തു. SP ഇങ്ങനെ ഒരാൾ പിന്നെ ദിവസത്തിൽ പരാതി തന്നിരുന്നല്ലോ, ഈ പരാതിയുടെ മുകളിൽ എന്തെങ്കിലും നടപടി എടുത്തോ? ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞു, ഒരു വിവരമില്ല. അപ്പോൾ പിന്നെ എനിക്കതൊന്നും അറിയണമല്ലോ. അങ്ങനെ ഞാൻ പോലീസ് ക്യാമ്പിൽ പോയി. ഈ മുറിച്ച മരത്തിൻ്റെ കുറ്റിയൊന്നും കാണണ്ടേ? അത് കാണാൻ പോയി. പോലീസ് തടുത്തു, നിങ്ങൾക്കറിയാം. പിറ്റേ ദിവസം ഞാൻ അവിടെ കുത്തിയിരുന്നു, വാർത്തയായി. അവിടെ ഞാൻ കുത്തിയിരുന്നപ്പോൾ CPM ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു പാർട്ടി സെക്രട്ടറി, നിങ്ങൾ പെട്ടെന്ന് വരണം, മുഖ്യമന്ത്രി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ 12 മണി വരെ ഇരിക്കുന്ന പത്രക്കാരോട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് വരെ DCS എന്ന് പറഞ്ഞു. ഞാൻ പാർട്ടി ഓഫീസിൽ പോയി. 12 മണിക്ക് ശേഷം DCS കണ്ടു. പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവർ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ നിലപാട് ഇതാണ്, പോലീസിൻ്റെ നിലപാട് ശരിയല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ കളവ് കേസുമായി ഞാൻ മുന്നോട്ട് പോകും. ഇത് കളവ് നടന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, CM വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് പോകാം, പക്ഷേ ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് തന്നെ. വന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ 12:45. അപ്പോൾ ഞാൻ പറഞ്ഞു, ജുമയ്ക്ക് പോകണം, വെള്ളിയാഴ്ചയാണ്, പള്ളിക്ക് പോകണം. അപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, CM-ൻ്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കണം, എന്നാൽ DCS ഞാൻ പോയിക്കോളാം. ആയിക്കോട്ടെ, നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. അന്ന് വിളിച്ചില്ല, പിറ്റേ ദിവസം വിളിച്ചില്ല. അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ പത്രസമ്മേളനം നടത്തുന്നത്. ആ പത്രസമ്മേളനം നടക്കുമ്പോഴാണ് എന്നെ CM ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്, കാണണമെന്ന് പറയുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം ഞാൻ വീണ്ടും പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്തായി? അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ഉണ്ടായി. വളരെ ഫാസ്റ്റായി പോകുന്നു. പിറ്റേ ദിവസം എന്താണ്? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, കേരളത്തിലെ സഖാക്കൾ ദയവായി ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ സ്റ്റേറ്റ്മെന്റ് പ്രസ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് വളരെ ജാഗ്രതയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തായി ഉത്തരവിട്ടു. അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, തിരക്കടില്ല, ഉഷാറായി പോകുന്നുണ്ട്. പിറ്റേ ദിവസം എന്താണ്? പോലീസ് അസോസിയേഷന്റെ സമ്മേളനം. അപ്പോൾ ഞാൻ പത്രസമ്മേളനം നടത്താൻ വരുമ്പോൾ പ്രസംഗം നടക്കില്ല, മുഖ്യമന്ത്രിന്റെ ഓർമ്മയില്ലേ? പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് വേറൊരു ഡീറ്റെയിൽസ് പത്രക്കാർക്ക് കൈമാറാൻ വരുമ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഈ കണ്ടു കാണപ്പെട്ട ആളുകളൊക്കെ പ്രസ് ക്ലബിലുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗം കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞല്ലേ, എല്ലാവരും കേട്ടിരിക്കുക. ഈ ഇരിക്കുന്ന മലപ്പുറത്ത് എല്ലാവരും ഉണ്ട്. എന്താ പറയുന്നത്? പോലീസിലെ പുഴുക്കുത്തുകളുണ്ടല്ലോ, ആ പുഴുക്കുത്തുകളെ ഞാൻ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും, ഒറ്റ ഒരുത്തനെ വെച്ച് വെക്കൂല. അല്ലോ ആശ്വാസമായല്ലോ. പടച്ചോനെ, ഈ കാര്യം എവിടെയെങ്കിലും എത്തും. ഇവരൊക്കെ ചിരിക്കുക, മായേശ്വരൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുക. ആ പ്രസംഗം കേൾക്കുമ്പോഴേ ഞാനും ആശ്വസിച്ച് കുഴപ്പമില്ല, തിരക്കടില്ല, പോവല്ലേ. അങ്ങനെ പിറ്റേ ദിവസം അവിടെ CM-ൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ 12 മണിക്ക് കാണാമെന്ന് പറഞ്ഞു, 9 മണിക്ക് കാണാമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ 5 മണിക്ക് എത്തുന്നു. CM-ൻ്റെ ഓഫീസിൽ നിന്ന് വന്നു, എനിക്ക് ഫോൺ വന്നു, 9 മണിക്ക് SITയുടെ ഡീറ്റെയിൽഡ് മീറ്റിംഗ് ആണ്, 12 മണിക്ക് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 12 മണിക്ക് വിളിച്ചു. അപ്പോൾ പറഞ്ഞു 12:30-ക്ക് കറക്റ്റ് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന്. 12:30-ക്ക് ഞാൻ ചെല്ലുന്നു. CM മാത്രമേ ഉള്ളൂ, ആരില്ല. ഇതേപോലെ ടേബിൾ CM ഇരിക്കുന്നു. ആ കുറച്ച് ദൂരത്ത് കസാലയിൽ മാറി ഞാൻ ഇരിക്കുന്നു. ഈ പറയുന്ന CM-ൻ്റെ പരാതി, ഈ 11 പേജ് അടങ്ങുന്ന പരാതി ഞാൻ CM-ന് കൊടുക്കുകയാണ്. CM വളരെ റിലാക്സ് ചെയ്തിരുന്നിട്ട് ഇങ്ങനെ വായിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ കണ്ണാടിക്കൂടെ എന്നെ അങ്ങനെ നോക്കും. ഇത്ര ഗൗരവമാണല്ലോ ഈ പ്രശ്നങ്ങളെന്ന് കേൾക്കും. അങ്ങനെയാണല്ലോ, ഇത്രയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ മനുഷ്യപ്രകൃതമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ ഇരുന്നൊരു സാധുവായിട്ട് ഇതെല്ലാം പുള്ളി വായിച്ചു കഴിഞ്ഞു. അതിലൊരു 3-4 വിഷയങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞ് സംസാരിച്ചു. നമ്മളെന്താ വിചാരിക്കുന്നത്? ഇതിൽ സ്വാഭാവികമല്ലേ, അദ്ദേഹം എൻ്റെ ഉള്ളെടുക്കാനാണ് ചോദിക്കുന്നത്, എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് കണ്ട് ഏറ്റവും വിശ്വസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ ഞാൻ പോയിട്ട് കാര്യങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ ഉള്ളു തുറന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു. അത് മുഴുവൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് CM-നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആരും CM-നോട് പറയില്ല, ഇനി പറയല്ലാതെ എനിക്ക് നിവൃത്തിയില്ല CM എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നീ പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, CM 5-8 മാസം മുമ്പ് CM-നോട് ഞാൻ പറഞ്ഞതാണ്, ഈ ശശിയും ഈ അജിത് കുമാറും ചതിക്കും, CM സൂക്ഷിക്കണം, ഇവർ കള്ളന്മാരാണ്. CM-ന് ഓർമ്മ ഉണ്ടല്ലോ, 8 മാസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 8-9 മാസം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അവസാനം ഈ സാജൻ സ്കറിയെ രക്ഷപ്പെടുത്താൻ ഇവർ കളിച്ച കളി എനിക്ക് ബോധ്യപ്പെടുകയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ തെളിവുകളോട് കൂടിയിട്ട് ഞാൻ CM-നെ പോയി കാണുകയാണ്.
അന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ CM അവിടെ ഇരുന്ന് ഞാൻ ഇവർ ആ സാജൻ സ്കറിയെ ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കളിച്ച കളി ഞാൻ വിട്ട ആളുകൾ ഇത് നോക്കിക്കാണുകയാണ് മാറി നിന്നിട്ട്. ആ കാര്യം കൃത്യമായി അദ്ദേഹത്തിനെ വിവരിച്ചു കൊടുക്കുകയാണ്.